ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ്. ദിസ് ഈസ് പാർട്ട് 3. വെൽക്കം ടു കണക്ടിങ് ദ ഡോട്ട്സ്. ആദ്യമായി നമുക്ക് സബ്സെറ്റ്സ് എന്താ നോക്കാം. അതിനുവേണ്ടി രണ്ട് സെറ്റ്സ് കൺസിഡർ ചെയ്യാം, എക്സും വൈയും. എക്സ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ, വൈ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ആ സ്കൂളിലും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം വൈയിലുള്ള എല്ലാ എലമെൻറ്റ്സ് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എലമെൻ്റ് ആണ്. അങ്ങനെ വൈയിലുള്ള എല്ലാ എലമെൻറ്റും എക്സിലുള്ള എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് വിളിക്കും. ഈസ് എ സബ്സെറ്റ് ഓഫ് ഓർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ൻ്റെ സിമ്പിളാണ് ഈ പറഞ്ഞ നീട്ടിയ സി. നമുക്ക് ഡെഫിനിഷൻ നോക്കാം സബ്സെറ്റിൻ്റെ. എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓ. അതായത് എ ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എവറി എലമെൻറ്റ് ഓഫ് എ ഷുഡ് ബി ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇൻ അതർ വേർഡ്സ്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി വെൻ എവർ എ ബിലോങ്സ് ടു എ, സ്മോൾ എ എന്ന എലമെൻറ്റ് ബിലോങ്സ് ടു എ എന്ന സെറ്റ്, ദെൻ സ്മോൾ എ എന്ന എലമെൻറ്റ് ഓൾസോ ബിലോങ്സ് ടു ബി എന്ന സെറ്റ്. ഈ ദെന്നിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഇംപ്ലൈസ്. അതായത് രണ്ട് വര വരച്ചിട്ട് ഇങ്ങനെ ഒരു ആരോ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലൈസ്. ഇത് ദെന്നിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഇഫ് ദെൻ ഇല്ലേ, അതായത് ഇഫ് എ ബിലോങ്സ് ടു എ ദെൻ എ ബിലോങ്സ് ടു ബി. നമുക്ക് താഴത്തെ ഡെഫിനിഷൻ നോക്കാം സബ്സെറ്റിൻ്റെ. അതായത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഇഫ് എ എന്ന എലമെൻറ്റ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ഇംപ്ലൈസ് എ എന്ന എലമെൻറ്റ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. ഇറ്റ് ഈസ് റെഡ് as A is a subset of B if A is an element of A implies that A is also an element of B. If A is not a subset of B, നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ നീട്ടിയ സീൻ്റെ മണ്ടയിൽ ഒരു വര വരയ്ക്കും. ഇതാണ് നോട്ട് എ സബ്സെറ്റ് ഓഫിൻ്റെ സിമ്പിൾ. അപ്പം എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോർ എ ടു ബി എ സബ്സെറ്റ് ഓഫ് ബി, നമ്മുടെ കണ്ടീഷൻ എന്താണ്? എവറി എലമെൻറ്റ് ഓഫ് എ ഷുഡ് ബി ഇൻ ബി ഓൾസോ. പക്ഷേ ഈസ് ഇറ്റ് നെസസറി ദാറ്റ് എവറി എലമെൻറ്റ് ഓഫ് ബി ഈസ് ഓൾസോ ഇൻ എ? നിർബന്ധമില്ല. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ബി ഈസ് ഓൾസോ ഇൻ എ, നമ്മൾ പറയും ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ നമ്മൾ പറയും എ ഈക്വൽ ടു ബി എന്ന്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ സിമ്പിളില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫിനെ നമ്മൾ ഷോർട്ടായിട്ട് IFF എന്നും വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറയുന്നത്? ദ സെറ്റ് Q ഓഫ് റാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് R ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് വി റൈറ്റ് Q ഈസ് എ സബ്സെറ്റ് ഓഫ് R. Q ഈസ് എ സബ്സെറ്റ് ഓഫ് R. വേറെ കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? Q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് R. T എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് R ആണോ? ആണ്. T ഈസ് ഇറ്റ് എ സബ്സെറ്റ് ഓഫ് Q? അല്ല. അപ്പോൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്, സീനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. Z ഇൻറ്റീജേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് Q, ശരിയാണോ? ആണ്. ഓൾ ഇൻറ്റീജേഴ്സ് ആർ സബ്സെറ്റ്സ് ഓഫ് Q. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ സബ്സെറ്റ്സ് ഓഫ് Z. ഇവരെല്ലാം നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ ഇസഡ് ആയിക്കോട്ടെ ഇവരെല്ലാം റിയൽ നമ്പേഴ്സുമാണ്. ഓക്കെ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് 56. 56നെ നമ്മൾക്ക് ആദ്യം ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 × 28, 2 × 14, 2 × 7. അപ്പം 56 ഈക്വൽ ടു 2 cube × 7. അപ്പം 56ൻ്റെ ഡിവൈസേഴ്സ് ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ എന്തൊക്കെയുണ്ടോ നോക്കാം. 2, 4, 7, 8, 14, 28, 56. ഇവരെല്ലാം ഡിവൈസേഴ്സ് ഓഫ് 56 ആണ്. ബി എന്ന സെറ്റിൽ എന്തുവാണ് പറയുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം ഡിവൈസേഴ്സ് ഓഫ് 56. പ്രൈം ഡിവൈസേഴ്സ് 2ഉം 7ഉം ആണ്. 2, 7. അപ്പം ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് വിളിച്ചൂടെ? പറയാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 3, 5. ബി ഈസ് ഓഡ് natural number less than 6.
എ എന്ന് പറയുന്നത് 1,3,5, ബി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6. അപ്പം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു ബി. ഫോർത്ത് വൺ നോക്കിയാലോ. ലെറ്റ് എ ഇ ഐ ഒ യു ഈക്വൽ ടു എ, ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിയും എയും കണ്ടെയ്ൻ ചെയ്യുന്ന എലമെൻറ്റ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, ഓൾസോ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, നമുക്ക് കുറച്ച് നോട്ട് പോയിൻറ്റ്സ് കൂടെ നോക്കാം. ഇവിടെ ദ സെറ്റ് എ, എവറി സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഓൾസോ എവറി എം ടി സെറ്റ് ഫൈ ഹാസ് നോ എലമെൻറ്റ്സ്, അപ്പോൾ ഫൈ ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. നമ്മൾ ഏത് സെറ്റ് കൺസിഡർ ചെയ്താലും, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 1, 2, 3 എന്ന് പറഞ്ഞൊരു സെറ്റാണെന്ന് ഇരിക്കട്ടെ, എ എന്ന സെറ്റാണെന്ന് ഇരിക്കട്ടെ. ഈ എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് എ. അതേപോലെ ഫൈയും ഇതിൻ്റെ സബ്സെറ്റാണ്. അതായത് നോ എലമെൻറ്റ് എന്നുള്ളൊരു സെറ്റും ഉണ്ടല്ലോ, ദിസ് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എ. ഈ കംപ്ലീറ്റ് സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഇഫ് വി കൺസിഡർ ടു സെറ്റ്സ് എ ആൻഡ് ബി, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ഓൾസോ എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്നത് 1, 2, 3 എന്ന സെറ്റും ബി എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന സെറ്റുമാണ് ഇരിക്കട്ടെ. നമ്മൾ പറയും എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി, 1, 2 and 3 ഓൾസോ ബിലോങ്സ് ടു ബി, ആൻഡ് ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഈ കണ്ടീഷൻ എപ്പോഴാണ് വാലിഡ് ആവുന്നത്? only valid when A is a subset of B and A not equal to B. If A contains only a single element like 1 or like √2, ഇതിനെല്ലാം വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾ എലമെൻറ്റേ ഉള്ളൂ. പുതിയ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചത്, ഒന്ന് പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന്, ഒന്ന് സൂപ്പർ സെറ്റ് എന്താണെന്ന്, ഒന്ന് സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ആർ വെച്ചിട്ട്. സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ക്യൂ വെച്ചിട്ട്. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് സെഡ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻ വെച്ചിട്ട്. ഇത് റിയൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇവരൊക്കെ എന്തുവാണെന്ന് ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? എനി കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 1 and goes on till infinity. ഇപ്പോൾ നമ്മൾ സീറോയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് വി സ്റ്റാർട്ട് ഫ്രം 0, 1, 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം -infinity, ഗോസ് ടിൽ 0 ആൻഡ് അഗെയിൻ ഗോസ് ടിൽ +infinity. ഈ സെഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 3 dots ഇടുന്നു, പ്രിസീഡിങ് ദി നമ്പേഴ്സ്, ആൻഡ് സക്സീഡിങ് ദി നമ്പേഴ്സ് അഗെയിൻ വി ഡിനോട്ട് 3 dots, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം -infinity ആൻഡ് ഗോസ് ഓൺ ടിൽ +infinity. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇസഡ് വെച്ചിട്ടാണ്. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്. എനി നമ്പർ ഓഫ് ദ ഫോം p/q. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ് നിങ്ങൾ എപ്പോഴും പറയണം റാഷണൽ നമ്പർ പറയുമ്പോൾ. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ജസ്റ്റ് p/q എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് തെറ്റാണ്. p/q വേർ p, q ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. ഇത്രയും കണ്ടീഷനും കൂടെ പറഞ്ഞെങ്കിൽ ഇത് റാഷണൽ നമ്പേഴ്സ് ആവുന്നുള്ളൂ. സം മെമ്പേഴ്സ് ഓഫ് q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? -5. -5 നമുക്ക് p/q ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? -5/1.
വേർ -5 1ഉം ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ? കറക്റ്റ്. ആൻഡ് 1 ആണ് ക്യൂ നമ്മുടെ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അടുത്ത എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 5/7 5ഉം 7ഉം ഇൻറ്റീജേഴ്സ് ആണ്. 7 നോട്ട് ഈക്വൽ ടു 0 കറക്റ്റാണ്. അടുത്ത ഏതാണ്? ഈ പറഞ്ഞേക്കുന്ന ഒരു ഫ്രാക്ഷൻ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് ഏത് ഫ്രാക്ഷനാണ്? മിക്സഡ് ഫ്രാക്ഷൻ. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതെല്ലാം നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണിത് വ്യത്യാസം എന്ന് മനസ്സിലായോ? ഇഫ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ, അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് മിക്സഡ് ആയിട്ട് എഴുതുവാണെങ്കിൽ ഇത് മിക്സഡ് ഫ്രാക്ഷൻ. ഈ 3 1/2നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനാക്കി പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? 3 × 2 + 1 ആണ് നമ്മുടെ ന്യൂമറേറ്റർ വരുന്നത്, വിച്ച് ഇസ് 3 2s are 6 + 1 7/2 ആണ്. ഇതിനെ നമ്മൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് 2 നോട്ട് ഈക്വൽ ടു 0 ആണ്. ആൻഡ് -11/3 -11ഉം 3ഉം ഇൻറ്റീജേഴ്സ് ആണ്. 3 നോട്ട്. ഇനി എന്താണ് ഇറാഷണൽ നമ്പർ? നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ T ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം ആസ് ഫോളോസ്. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് റിയൽ നമ്പറാണ്, പക്ഷേ എക്സ് റാഷണൽ നമ്പർ ആവാൻ പാടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ്, അതായത് എനി നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് P/Q, അവരെല്ലാവരെയും നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ √2 നിങ്ങൾ ചോദിക്കും, √2/1 നേരത്തെ നമ്മൾ 5 എഴുതിയതുപോലെ എഴുതിക്കൂടായെന്ന്. പക്ഷേ √2 ഒരു ഇൻറ്റീജർ ആണോ? അല്ല. √5/1 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, √5 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണോ? അല്ല. π/1 എന്ന് എഴുതുന്നു. പൈ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണോ? അല്ല. മെമ്പേഴ്സ് ലൈക്ക് √2 √5 പൈ ഇവരെയൊക്കെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സായിട്ട് വിളിക്കുന്നത്. നമുക്ക് ഒരു വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വെൻ ഡയഗ്രാം നമ്മൾ ബേസിക്കലി റെക്ടാങ്കിൾസ് ആൻഡ് സർക്കിൾസ് വെച്ചിട്ടാണ് ഡിങ്കിൾസും കാണും. ഈ റെക്ടാങ്കിൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് U എന്ന് വിളിക്കാം. ഈ കേസിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ത് വരുന്നത്? റിയൽ നമ്പേഴ്സാണ് വരുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ പറ്റിയാണ്. അപ്പം U = R എന്ന് വരും. R അല്ല നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ ഡിനോട്ടേഷൻ. ഇതിൻ്റെ അകത്തിലുള്ള ഈ ബ്ലൂ ഷെയ്ഡഡ് ഏരിയനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് വിച്ച് കണ്ടെയ്ൻസ് മെമ്പേഴ്സ് ലൈക്ക് √2 √5 പൈ എക്സെട്ര. അപ്പോൾ ഈ വലിയ സർക്കിൾ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് അതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സർക്കിൾ വിൽ ബി അവർ ഇൻറ്റീജേഴ്സ്, അതിൻ്റെ ഉള്ളിലുള്ള സർക്കിൾ വിൽ ബി അവർ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? 1 2 3 എക്സെട്ര. ഇൻറ്റീജേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? -1 ഉണ്ടാവും, -2 ഉണ്ടാവും, -3 ഉണ്ടാവും, എക്സെട്ര. ഓൾസോ 0യും കാണും. ഈ Q എന്ന റാഷണൽ നമ്പേഴ്സിൽ എന്തൊക്കെ കാണും? 3/2 കാണും, 1/3 കാണും. അതായത് ഡെസിമൽ ഫോമാറ്റിൽ എഴുതാൻ പറ്റുന്ന P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന വേർ P and Q ആർ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് എല്ലാം ഇവിടെ കാണും. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സാണ്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്നതാണ് നമ്മുടെ ഈ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് പറയാം നാച്ചുറൽ നമ്പേഴ്സ് ആർ സബ്സെറ്റ് ഓഫ് Z. നാച്ചുറൽ നമ്പേഴ്സ് ആർ സബ്സെറ്റ് ഓഫ് Z. ഇൻറ്റീജേഴ്സ് ആർ rational numbers. Rational numbers are subset of real numbers. Irrational numbers are subset of real numbers. എൻ്റെ ഒരു ചോദ്യം, നാച്ചുറൽ നമ്പേഴ്സ് സബ്സെറ്റ് ഓഫ് T ആണോ? അല്ല. ഈ ബ്ലൂ റീജിയൻ മാത്രമാണ് T. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആർ നോട്ട് സബ്സെറ്റ് ഓഫ് T. നമ്മൾ പഠിച്ചായിരുന്നു എനി നമ്പർ വിച്ച് ഈസ് എ റിയൽ നമ്പർ ബട്ട് നോട്ട് എ റാഷണൽ നമ്പർ ആണെന്ത്? ഇറാഷണൽ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് T. വേറെ കൂടെ പറഞ്ഞേ, Z നോട്ട് എ സബ്സെറ്റ് ഓഫ് T, Q നോട്ട് എ സബ്സെറ്റ് ഓഫ് T. ഓക്കെ, നമുക്കിനി സബ്സെറ്റ്സ് ഓഫ് R എങ്ങനെ ഇൻ്റർവെൽ ആയിട്ട് എഴുതാമെന്ന് നോക്കാം. ലെറ്റ് A, B എന്ന എലമെൻറ്റ്സ് ബിലോങ്സ് ടു R. R ഈസ് റിയൽ നമ്പർ ആൻഡ് A ലെസ് ദാൻ B ആണെന്നിരിക്കട്ടെ. A എന്ന് പറഞ്ഞ എലമെൻറ്റ് ഈസ് ലെസ് ദാൻ B എന്ന് പറഞ്ഞ എലമെൻറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ, -1ഉം +1. ഇതിൽ ആരാണ് ഗ്രേറ്റർ? ഒബ്വിയസ്ലി
+1 ആണ് ഗ്രേറ്റർ ദാൻ -1. നമുക്ക് എ -1 ആയിട്ടും ബി +1 ആയിട്ടും കൺസിഡർ ചെയ്യാം. ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് y സച്ച് ദാറ്റ് എ ലെസ് ദാൻ y ലെസ് ദാൻ ബി. -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്ക് ഇഷ്ടം പോലെ റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഈസ് കോൾഡ് ആൻ ഓപ്പൺ ഇൻ്റർവെൽ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ പരാന്തസിസ്. ഈ പരാന്തസിസ് എന്നാണ് ഇങ്ങനത്തെ ബ്രാക്കറ്റ്സിനെ വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ബ്രേസസ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇതിനെ പരാന്തസിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബ്രേസസ്, ഇത് പാരന്തസിസ്. അപ്പം നമുക്കൊന്നുകൂടെ വായിക്കാം. ദെൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് y such that a less than y less than b is called an open interval is denoted by a b in parenthesis. All the points between a and b belongs to the open interval a comma b, but a and b themselves do not belong to this interval. അതായത് ഇവിടെ ഈക്വൽ ടു എന്ന സിമ്പിൾ ഇല്ല. ഈക്വൽ ടു എന്ന സിമ്പിൾ ഇല്ല എങ്കിൽ നമ്മളതിനെ ഓപ്പൺ ബ്രാക്കറ്റ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കാം. ഇഫ് n points a and b are also included in this particular interval, we denote it by square bracket or box bracket. ഈ ബ്രാക്കറ്റ്സ് ആണ് സ്ക്വയർ ബ്രാക്കറ്റ് ഓർ ബോക്സ് ബ്രാക്കറ്റ്. അപ്പോൾ ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ 3 ബ്രാക്കറ്റ്സ് പഠിച്ചു. ഒന്ന് ബ്രേസസ് വിച്ച് ഈസ് യൂസ് ടു ഡിനോട്ട് എ സെറ്റ് ഇൻ റോസ്റ്റർ ഫ്രോം. ഇത് സിംപ്ലി വിതൗട്ട് എനി എലമെൻറ്റ്സ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? empty sets എന്ന് വിളിച്ചു. If we are using parenthesis, it is an open interval where a and b are not included. If we are using a square bracket, then n points are also included. നമുക്ക് വേറെ 2 ചെറിയ എക്സാമ്പിൾസ് കൂടെ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റും റൈറ്റ് സൈഡിൽ പാരാന്തസിസും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം a is included, b not included. റൈറ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റും ലെഫ്റ്റ് സൈഡിൽ പാരാന്തസിസും ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് b is included, a is not included as an end point. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ 4 ഇൻ്റർവെൽസിനെ എങ്ങനെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഒരു നമ്പർ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് -∞ ആൻഡ് ഗോസ് ഓൺ ടിൽ +∞. അതിൽ 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞത് എ ലെസ് ദാൻ ബി ആണ് അല്ലേ? എ ലെസ് ദാൻ ബി അല്ലേ എല്ലാത്തിലും? എ ഇവിടെ, ബി ഇവിടെ, എ ഇവിടെ, ബി ഇവിടെ. എ ലെസ് ദാൻ ബി ആണ്. അതായത് -1 ലെസ് ദാൻ +1 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകൾ. നമുക്കിത് വേണമെങ്കിൽ -1 ആയിട്ടും +1 ആയിട്ടും വേണമെങ്കിൽ നമ്മളപ്പം 2 എൻ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളതിനെ പരാന്തസിസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ല, നമ്മളത് 2 പോയിൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ പോയിൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ എ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയിൻ്റെ സൈഡ് മാത്രം സ്ക്വയർ ബ്രാക്കറ്റ്, ബി മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബീൻ്റെ സൈഡ് മാത്രം സ്ക്വയർ ബ്രാക്കറ്റ്. വിച്ച് മീൻസ് ദിസ് പോയിൻറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. ഈ കറുപ്പിച്ച പോയിൻറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. ഈ ഓപ്പൺ ആയിട്ടുള്ള പോയിൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് വണ്ണ് ഏതായിരിക്കും? അപ്പം ഫസ്റ്റ് വണ്ണ് y is such that a less than x less than b. അടുത്തത് a less than or equal to x less than or equal to b. a less than or equal to x less than b. ലാസ്റ്റ് വൺ എന്താണ്? a less than x less than or equal to b. ഇത് നമ്മൾ ഓപ്പൺ a, b റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് a, bയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ലെഫ്റ്റ് സൈഡ് a മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട്. ഇത് റൈറ്റ് സൈഡ് b മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട്. നോട്ട് ദാറ്റ് ആൻ ഇൻ്റർവെൽ കണ്ടെയ്ൻ എത്ര പോയിൻറ്റ്സാ? ഇൻഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ ഫസ്റ്റ് എക്സാമ്പിൾ a ഈസ് ഈക്വൽ ടു -3,5 ഇൻ പാരാന്തസിസ്. അപ്പോൾ -3ഉം 5 ഇൻക്ലൂഡഡ് ആണോ? അപ്പോൾ നമ്മൾ റിയൽ നമ്പർ ലൈനിൽ എങ്ങനെ വരയ്ക്കും? ഇത് -∞ ടു +∞. ഇവിടുത്തെ പോയിൻറ്റും ഇൻക്ലൂഡഡ് അല്ല. മനസ്സിലായോ? അപ്പോൾ ഇത് -3, ഇത് 5.
all the points in between -3 and 5 are the elements of set A. B എന്ന സെറ്റ് എന്താണ്? B എന്ന സെറ്റ് എന്താ നോക്കിയേ. B is equal to -7, -9. -7, -9 നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് നോക്കാം. -3ന് മുമ്പിലാണ് -7, 5ഉം കഴിഞ്ഞിട്ടാണ് 9. ബിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് ബ്രാക്കറ്റ്സ് ആണ്? ബോക്സ് ബ്രാക്കറ്റാണ്. ബോക്സ് ബ്രാക്കറ്റ് ആകുമ്പോൾ -7ഉം +9ഉം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ കറപ്പിക്കണം. എൻ പോയിൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ -3ഉം 5ഉം ഓൾസോ ബിലോങ്സ് ടു ദിസ് പർട്ടിക്കുലർ ഇൻ്റർവെൽ -7, 9. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെ വിളിക്കുന്ന ഇൻ്റർവെൽ? അപ്പോൾ നമുക്കിതിനെ A ഈസ് എ സബ്സെറ്റ് ഓഫ് B എന്ന് വിളിക്കാം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് A ഈസ് ഓപ്പൺ പാരാന്തസിസ് -3, 5, B ഈസ് ബോക്സ് ബ്രാക്കറ്റിൽ -7, 9, then A ഈസ് എ സബ്സെറ്റ് ഓഫ് B. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ദ സെറ്റ്. നമുക്ക് ഈ ബോക്സ് ബ്രാക്കറ്റിനെ വേണമെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് വിളിക്കാം. അതേപോലെ ഈ പാരാന്തസിസിനെ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? 0 ഈസ് ഇൻക്ലൂഡഡ്, ഇൻഫിനിറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ദ സെറ്റ് ക്ലോസ് ബ്രാക്കറ്റ് 0, ഇൻഫിനിറ്റി, ഓപ്പൺ ബ്രാക്കറ്റ് defines a set of non-negative real numbers. Non-negative real numbers എന്ന് പറയുമ്പോൾ it comes like 0, 0.01, 1, 2, 3, etc. എല്ലാം റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. √2, √5, പൈ ഇവരെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഏത്? ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ നോൺ നെഗറ്റീവ് ആയിരിക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നോൺ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഓർത്തിരുന്നോണം. അപ്പോൾ ക്ലോസ് ബ്രാക്കറ്റ് 0, ഇൻഫിനിറ്റി, ഓപ്പൺ ബ്രാക്കറ്റ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. -infinity, 0, open bracket implies the set of all negative real numbers. -infinity to +infinity ഓപ്പൺ ബ്രാക്കറ്റിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ദ റിയൽ നമ്പേഴ്സ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഫ്രം -infinity to infinity. മനസ്സിലായല്ലേ? ഇത് നമ്പർ ലൈനിൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. 0 to infinity, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടെ ഉത്തരം. സെക്കൻഡ് വൺ എങ്ങനെയാണ്? 0 ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അപ്പം ഇത് കറപ്പിക്കാൻ പാടില്ല. അടുത്ത ലാസ്റ്റ് വൺ +infinity വരെ, -infinity നിന്ന് +infinity വരെ വരയ്ക്കണം. ഇനി നമുക്ക് ഈ പറഞ്ഞ സെറ്റ് ബിൽഡർ ഫോമിലുള്ള ഈ സെറ്റിനെ നമുക്ക് എങ്ങനെ ഇൻ്റർവെല്ലിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർവെൽ ഫോമിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, അതായത് റിയൽ നമ്പറാണ്. റിയൽ നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇൻ്റർവെൽ ഫോമിൽ എഴുതിയിട്ട് കാര്യമുള്ളൂ. -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് 7ന് ഒരു ബോക്സ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസ് ബ്രാക്കറ്റ്, പാരാന്തസിസ് -5നും വരും, അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ്, വിച്ച് മീൻസ് -5 ഈസ് നോട്ട് ഇൻക്ലൂഡഡ്, 7 ഈസ് ഇൻക്ലൂഡഡ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഫോമിനെ എങ്ങനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം ആക്കാം? ഇപ്പോൾ ഇൻ്റർവെൽ ഫോമിലുള്ളത് ഇത് ക്ലോസ് ബ്രാക്കറ്റ് -3, 5 ഓപ്പൺ ബ്രാക്കറ്റ് ക്യാൻ ബി റിട്ടേൺ as set builder form as x is such that -3 less than or equal to x less than 5. അതായത് -3 is ഇൻക്ലൂഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉള്ളത്. 5 is not included, അതുകൊണ്ട് 5ൻ്റെ അവിടെ ഈക്വൽ ടു സൈൻ ഇല്ല. ദ ലെങ്ത് ഓഫ് എനി ഇൻ്റർവെൽ, നമ്മൾ നേരത്തെ പഠിച്ച ഏത് ഇൻ്റർവെലിൻ്റെയും ലെങ്ത് നമ്മൾ പറയുന്നത് b-a ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇൻ്റർവെൽ? -1 +1 ഓപ്പൺ ബ്രാക്കറ്റാണ് രണ്ടും. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൽ b ഏതാണ്? a ഇത്, b ഇത്. അപ്പം +1 -1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ലൈൻ, റിയൽ നമ്പർ ലൈനിൽ നമ്മൾ 2 പോയിൻറ്റ് A ആൻഡ് B കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് -1 +1 ആണെന്നിരിക്കട്ടെ.
അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 1 + 1 -1 തൊട്ട് 0 വരെ 1 യൂണിറ്റ്, 0 തൊട്ട് 1 വരെ 1 യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ യൂണിറ്റ് എത്രയായി? 2 യൂണിറ്റ്സ്. അതാണ് ലെങ്ത് ഓഫ് എനി ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്കിനി എന്താണ് ഒരു പവർ സെറ്റ് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സെറ്റ് എടുക്കാം, 1,2. 1,2 എന്ന ഒരു ചെറിയ സെറ്റ് വെച്ചിട്ട് നമുക്ക് പവർ സെറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് us റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് 1,2. 5 എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് 5. 5 ഈസ് എൻ എംപ്റ്റി സെറ്റ്. എൻ എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പോൾ 5 ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് 1,2. 1 എന്ന് മാത്രമുള്ള സിംഗിൾട്ടൺ സെറ്റും 2 എന്ന് മാത്രമുള്ള സിംഗിൾട്ടൺ സെറ്റും ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് 1,2. അതുകൂടാതെ 1,2 എന്ന സെറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് 1,2. അപ്പം ഇവിടെ നമ്മൾ 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പഠിച്ചായിരുന്നല്ലോ. ലെറ്റ് us കൺസിഡർ എ ഈസ് ഈക്വൽ ടു 1,2 എന്നിരിക്കട്ടെ. അപ്പം 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ എലമെൻറ്റും 1 സിംഗിൾട്ടൺ സെറ്റായിട്ട് നമ്മൾ എഴുതുന്ന ഓരോ എലമെൻറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമ്മൾ എഴുതിയായിരുന്നു. ഈ 5 1 2 1,2 എന്ന സബ്സെറ്റ് എല്ലാം കൂടെ ഒരുമിച്ചൊരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ ദീസ് സബ്സെറ്റ്സിൻ എല്ലാം കൂടെ നമ്മൾ കോമ ഇട്ട് എഴുതി ഒരു സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷൻ ഓഫ് പവർ സെറ്റ്. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് ദ പവർ സെറ്റ് ഓഫ് എ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. നമ്മൾ എൻ ഓഫ് എ പഠിച്ചായിരുന്നു. അതെന്തായിരുന്നു? എൻ ഓഫ് എ ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് എ. പി ഓഫ് എ എന്ന് പറയുന്നത് പവർ സെറ്റ് ഓഫ് എ ആണ്. പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എനെയാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ എന്ന സെറ്റിൽ 2 എലമെൻ്റ് ഉണ്ട്, 1 and 2. അപ്പോൾ അതിൻ്റെ ഇതിലെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് വന്നു? പവർ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് എ. 4 എൻ ഓഫ് പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ്. ഈ പവർ സെറ്റ് എന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2/2. അതായത് 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ. 2 ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ. 2/2 ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇൻ ജനറൽ ഇഫ് എ സെറ്റ് കണ്ടെയ്ൻസ് m എലമെൻറ്റ്സ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ m എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി പവർ സെറ്റ് ഓഫ് എ എന്താണ്? 2/m. നമുക്ക് എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് നോക്കാം. യൂഷ്വലി ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് ദി എലമെൻറ്റ്സ് ആൻഡ് സബ്സെറ്റ് ഓഫ് എ ബേസിക് സെറ്റ്. ഒരു ബേസിക് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ. ചിലപ്പോൾ നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ വൈൽ സ്റ്റഡിയിങ് സിസ്റ്റം ഓഫ് നമ്പേഴ്സ് നമ്മളെന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും, ചില സമയത്ത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇതെല്ലാം ആരുടെ സബ്സെറ്റ്സ് ആണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ ബേസിക് സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ഈ പറഞ്ഞ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, പ്രൈം നമ്പേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ എന്താണ്? ഇതിൻ്റെ ഈ ബേസിക് സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഈ ബേസിക് സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. നമ്മളിത് വെൻ ഡയഗ്രത്തിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഈ റെക്ടാങ്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്നത് യു എന്നും അതിൻ്റെ അകത്തിലെ ഓരോ സബ്സെറ്റ്സിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ബി സി. For example, the set of all integers, the universal set can be the set of rational numbers or the set of real number. ഒരു പർട്ടിക്കുലർ റീജിയനിലെ ഇപ്പം ഇന്ത്യയിലെ ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എന്തിനെ വിളിക്കാൻ പറ്റും? ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡിനെ യൂണിവേഴ്സൽ സെറ്റായിട്ട് വിളിക്കാൻ പറ്റും. ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്. ചിലപ്പോൾ അമേരിക്കയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്. കംപ്ലീറ്റ് വേൾഡിലെ പോപ്പുലേഷനാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 9. കൺസിഡർ ദ സെറ്റ് 5. A is equal to set 1,3, B is equal to 1,5,9, C is equal to 1,3, 5,7,9. ഇതിനകത്തിൽ ചോദിച്ചേക്കുന്നത് ഇൻസേർട്ട് ദ സിമ്പിൾ
is a subset of or not a subset of between each of the following pairs of set. നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. അപ്പം ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. A is a subset of B. 1, 3, does it belong to 1, 5, 9? No. Y is not a subset of. A is a subset of C ആണോ? 1, 3 is a subset of C. അപ്പം is a subset. അപ്പം is a subset of. B is a subset of C ആണോ? 1, 5, 9 ഉണ്ട് ഇവിടെ. 1, 5, 9 ഉണ്ട്. ഓക്കെ. അപ്പം അതും is a subset of. നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം. Phi is a subset of every set. A is not a subset of. A is a subset of C. B is a subset of C. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A is equal to A E I O U. B is equal to A B C D. Is A subset of B? No. Why? No ആണെങ്കിൽ ഉത്തരം why? കാരണം എന്താണ്? A E I O Uയിൽ മൊത്തം വവൽസ് ആണുള്ളത്. ഇതിൽ A B C D is the first 4 English alphabet. അപ്പോൾ ഇതിനകത്തിൽ എ ഈസ് ദെയർ ഇൻ ദി സെറ്റ്, നോ അതർ വവൽസ് ആർ ഇൻ ദി സെറ്റ് ബി. അതുകൊണ്ടാണ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. അതേപോലെ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? അല്ല. ബി സി ഡി എന്നത് കൺസോണൻസ് ആണ്. കൺസോണൻസ് ഡസ് നോട്ട് ബിലോങ് ടു ദി സെറ്റ് എ. അപ്പം എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് A. Example 11. Let A, B and C be 3 sets. A belongs to B and B is a subset of C. Is it true that A is a subset of C? Okay. If not, give an example. എയും ബിയും സിയും സെറ്റാണെന്നാണ്. എയും ബിയും സിയും സെറ്റാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിനോട്ടഡ് ഇൻ ബ്രേസസ്. നമുക്കിതൊരു സിംഗിൾ സബ്സെറ്റ് പറയുന്ന ഒരു സിംഗിൾട്ടൺ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം എ ബിലോങ്സ് ടു ബി എന്ന് പറയുമ്പം ഈ എ എന്ന സെറ്റ് കംപ്ലീറ്റ്ലി ബിലോങ് ടു ദി സെറ്റ് ബി എന്നാണ്. ഓക്കെ, നമുക്ക് ബി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് കൂടെ ബിയിൽ ആഡ് ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്നാണ്. ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ ഈ പറഞ്ഞ 2 എലമെൻറ്റും എവിടെ ഉണ്ടാവണം? ബിയിലും സിയിലും ഉണ്ടാവണം. എവിടെ ഉണ്ടാവണം? സിയിലും ഉണ്ടാവണം. അങ്ങനെ വരുമ്പം എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആണോ? എ എന്ന എലമെൻറ്റ് ഇതിനകത്തുണ്ടോ? നിർബന്ധമില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. സി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാലോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ഈസ് ഇറ്റ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി? നോട്ട് നെസസറിലി. ഗിവ് ആൻ എക്സാമ്പിൾ. ഇതാണ് എൻ്റെ എക്സാമ്പിൾ. നമുക്ക് ആൻസർ കറക്റ്റാണോ നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ, നമ്മൾ എ എടുത്തതിന് പകരം അവരെടുത്തേക്കുന്നത് 1 ആണ്. 1 എന്ന കംപ്ലീറ്റ് സെറ്റ് ബിലോങ്സ് ടു ബി. അതായത് ഈ 1 എന്ന സെറ്റ് കംപ്ലീറ്റ്ലി ബീൻ്റെ ഒരു എലമെൻ്റ് ആണ്. സിയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ബട്ട് ഡസ് എ ബിലോങ്സ് ടു സി? 1 എന്ന എലമെൻറ്റ് ബിലോങ്സ് ടു എ, പക്ഷേ 1 എന്ന എലമെൻറ്റ് ഡസ് നോട്ട് ബിലോങ് ടു സി. ദെയർഫോർ എ ഈസ് not a subset of C in this particular example. Not that an element of a set can never be a subset of itself. Exercise 1.3 ആണ്. Exercise 1.3 നമുക്ക് ചെയ്യാം. First question, mark the correct statement by filling symbol is a subset of, is not a subset of. ഇവിടെ 2, 3, 4 ഉണ്ട്. ഇവിടെ 2, 3, 4 ഉണ്ട്. അപ്പം this one is a subset of A, B, C, B, C, D. ഇവിടെ A ഇല്ല. അപ്പം is not a subset of. X is a student of class 11 of your school. X is a student of your school. അപ്പോൾ ക്ലാസ് 11ലെ എല്ലാ സ്റ്റുഡൻസും ബിലോങ്സ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്കൂൾ. അപ്പോൾ ഈസ് എ സബ്സെറ്റ് ഓഫ്. എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ്. കാരണം 1 യൂണിറ്റ് ഉള്ള എല്ലാ സർക്കിളും ആണ് സബ്സെറ്റ് ഓഫ് സർക്കിൾസ് ഇൻ എ പ്ലെയിൻ, അല്ലാതെ നേരെ തിരിച്ചല്ല. ദിസ് ഈസ് കറക്റ്റ്.
ബട്ട് ഇത് എല്ലാ സർക്കിളും ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ചെറിയ സർക്കിൾ. ദിസ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നോട്ട് എ സബ്സെറ്റ് ഓഫ്, നോട്ട് എ സബ്സെറ്റ് ഓഫ്, ഈസ് എ സബ്സെറ്റ് ഓഫ്, നോട്ട് എ സബ്സെറ്റ് ഓഫ്. ഫിഫ്ത്ത് വൺ എന്താ പറയുന്നത്? X is such that X is a triangle in a plane. X is such that X is a rectangle in the plane. No, not a subset of. X is an equilateral triangle in a plane. X is a triangle in the same plane. അപ്പം ഇത് സബ്സെറ്റ് ഓഫ് ആണ്. X is such that X is an even natural number. X is an integer. Even എല്ലാ natural numbers-ഉം even natural numbers belongs to the integers. അപ്പം ഇതൊക്കെയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സാമിൻ വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. എയും ബിയും ഇവിടെ ഉണ്ട്. അപ്പം ഈസ് എ സബ്സെറ്റ് ഓഫ് എന്നല്ലേ, അപ്പോൾ ദിസ് ഈസ് ഫോൾസ്. എയും ഇയും ഈസ് എ സബ്സെറ്റ് ഓഫ് വവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഒബ്വിയസ്ലി ട്രൂ ആണ്. ഈസ് എ സബ്സെറ്റ്. എ ഇ ഐ ഒ യു എന്ന് വരും ഈ സെറ്റ്. അതിൽ എയും ഇയും ഉണ്ട്. 1 2 3 ഇവിടെ 1 3 5 ആണ്, 2 ഇല്ല. അപ്പം ദിസ് ഈസ് നോട്ട് എ സബ്സെറ്റ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ഇവിടെ സബ്സെറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ബി സി. ട്രൂ, കറക്റ്റ്. എ ബിലോങ്സ് ടു ദ സെറ്റ് എ ബിലോങ്സ് ടു ദ സെറ്റ് എ ബി സി. അല്ല, ഫോൾസ്. ഡസ് നോട്ട് ബിലോങ്സ് ടു ആണ്. ഇങ്ങനെ ബിലോങ്സ് ടു വരണമായിരുന്നെങ്കിൽ ദ സെറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ദിസ് വൺ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ് ഈസ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6. നമുക്ക് 6th വൺ ഇവിടെ എടുത്തെഴുതാം. എ എന്ന് ഡിനോട്ട് ചെയ്യാം. ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ഈസ് 2 and 4. ബി എന്താ പറയുന്നത്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ which divides 36. അപ്പോൾ കുറേ ഈവൻ നമ്പേഴ്സ് വരും ഇതിൻ്റെ അകത്തിൽ. 2 18s are, 2 9s are, 3 3s are. അപ്പം ഇതിൻ്റെ ഡിവൈസസ് എന്തൊക്കെ വരും? നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ഡിവൈഡ്സ് 36. 1 1 2 3 4 6 9, പിന്നെന്തൊക്കെയാണ്? 12 36. അപ്പോൾ 2 4 ബിലോങ്സ് ടു ബി. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബ്ലം 3. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, ദിസ് ഈസ് ആൻ എലമെൻറ്റ്. 3, 4 എന്ന സെറ്റ് പാർട്ട് ഓഫ് എ ആണ്. പിന്നെ 5. ഇപ്പോൾ ടോട്ടൽ എലമെൻറ്റ്സ് എത്ര ഉണ്ട്? 1 2 3 4 എലമെൻറ്റ്സേ ഉള്ളൂ. 3 4 എന്ന സെറ്റാണ് ഇതിനകത്തൊരു എലമെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 3 4 എന്ന സെറ്റ് ബിലോങ്സ് ടു എ ആണ്, ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ്. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്? 3 4 എന്ന സെറ്റെന്ന് ഇങ്ങനെ എഴുതിയെങ്കിൽ അത് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് സബ്സെറ്റ് ഓഫ് എ ആണ്. 1 ബിലോങ്സ് ടു എ. 1 ബിലോങ്സ് ടു എ ആണ്, കറക്റ്റാണ്. 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? അല്ല. സെറ്റ് 1 ഷുഡ് ബി സബ്സെറ്റ് ഓഫ് എ. 1 2 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, കറക്റ്റാണ്. 1 2 5 ബിലോങ്സ് ടു എ. 1 2 5 ബിലോങ്സ് ടു എ ആണോ? ആണ്. 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? അല്ല. 1 2 3 4 ആണ് സബ്സെറ്റ് ഓഫ് എ. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? ആണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. 5 ബിലോങ്സ് ടു എ ആണോ? 5 എന്ന എലമെൻ്റ് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ല. 5
എന്ന സെറ്റ് ബിലോങ്സ് ടു ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് വണ്ണിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ. ദ സബ്സെറ്റ്സ് ആർ 5 ആൻഡ് ദിസ് പർട്ടിക്കുലർ എലമെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് എ ബി, രണ്ട് എലമെൻ്റ് ഉണ്ട്. അപ്പം ഇവിടെ 2⁻1 ഈക്വൽ ടു 2 സബ്സെറ്റ്സ് ആണ്. ഇവിടെ 2⁻2 വിച്ച് ഈസ് ഈക്വൽ ടു 4 സബ്സെറ്റ്സ് ആണ്. വിച്ച് ഈസ് 5 എല്ലാത്തിലും ഉണ്ട്. 5 എ ഉണ്ട്, ബി ഉണ്ട്, എ കോമ ബി ഉണ്ട്. തേർഡ് വൺ എന്താ പറയുന്നത്? 1 2 3 ഉണ്ട്. അപ്പോൾ 2⁻3 ഈക്വൽ ടു 8 സബ്സെറ്റ്സ് ഉണ്ട്. 5 സ്റ്റാർട്ട് ചെയ്യാം. സിംഗിൾട്ടൺ സെറ്റ്സ് ഏതൊക്കെയാണ്? എ ബി സി, പിന്നെ രണ്ടെണ്ണം വെച്ച് എ ബി, ബി സി, എ സി, മൂന്നെണ്ണം വെച്ച് ഏതൊക്കെയാണ്? എ ബി സി. അപ്പോൾ 1 2 3 4 5 6 7 8 8 സബ്സെറ്റ്സ് ഉണ്ട്. 5 എന്ന് പറയുന്നതിന് ദർ ഇസ് നോ എലമെൻറ്റ്. ഇപ്പോൾ 2⁻0 ഓൺലി 1 സബ്സെറ്റ്. മനസ്സിലായല്ലേ? അടുത്ത ദിവസം നോക്കാം. ഹൗ മെനി എലമെൻറ്റ്സ് ഹാസ് പി ഓഫ് എ ഇഫ് എ ഈസ് ഈക്വൽ ടു 5? 5 ആണ്. എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എം ടി സെറ്റാണ്, ഓർ എം ടി സെറ്റ്. അപ്പം എ കണ്ടെയ്ൻസ് 0 എലമെൻറ്റ്സ്. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു 0. പി ഓഫ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി എലമെൻറ്റ്സ്? എൻ ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് 2⁻0 വിച്ച് ഈസ് ഈക്വൽ ടു 1. ദി ഓൺലി എലമെൻറ്റ് ഈസ് 5. റൈറ്റ് ദി ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഓൺലി റിയൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ഫോം ഓഫ് ഇൻ്റർവെൽ. -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ എവിടെയാണ് സ്ക്വയർ ബ്രാക്കറ്റ് വരേണ്ടത്? ഓപ്പൺ ബ്രാക്കറ്റ് ഇവിടെ വരും. -4ൻ്റെ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് 6നും. -12 ലെസ് ദാൻ -10 രണ്ടും ഓപ്പൺ ബ്രാക്കറ്റാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നിടത്ത് മാത്രമാണ് സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ഇവിടെ സ്ക്വയർ, ഇവിടെ 7 ഓപ്പൺ ബ്രാക്കറ്റ്. ഇത് രണ്ടിടത്തും ഓപ്പൺ ബ്രാക്കറ്റ്. 1 2 3 4. സിമ്പിൾ അല്ലായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, what are the following intervals in the set builder form? Obviously ഇത് set of real numbers ആയതുകൊണ്ട് x is such that x is a real number and x -3 less than or equal to ഉണ്ടോ? -3 less than x less than 0. ഇതാണ് ഫസ്റ്റ് വൺ, സെറ്റ് ബിൽഡർ ഫോം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? x is such that x is a real number, 6 less than x less than 12 രണ്ടിനും ഓർ ഈക്വൽ ടു ഉണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? x is such that x is a real number, 6 less than x less than or equal to 12. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 23 ഇൻക്ലൂഡ് ചെയ്യണം. x is such that x belongs to R, -23 ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു x ലെസ് ദാൻ 5. എളുപ്പമല്ലേ? വാട്ട് universal sets would you propose for each of the following? The set of right triangles. The set of right triangles നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്തോ കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. The set of triangles, the set of triangles, the set of polygons. സെറ്റ് ഓഫ് ട്രയാങ്കിൾസിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരാം, റൈറ്റ് ട്രയാങ്കിൾ വരാം, ഐസോസെലസ് ട്രയാങ്കിൾ വരാം, എല്ലാ ട്രയാങ്കിൾസും വരാം. സെറ്റ് ഓഫ് പോളിഗൺസിൽ ട്രയാങ്കിൾസ് വരാം, റെക്ടാങ്കിൾസ് വരാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് നമുക്കത് കൊടുക്കാം. സെക്കൻഡ് വൺ, ദ സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ, സെയിം തിങ്. സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ, സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് വരാം,
the set of polygons വരാം. രണ്ടിനും സെയിം ഉത്തരം കൊടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Given the set A is equal to 135, B is equal to 246. A is equal to 135, B is equal to 246. ചോദിച്ചേക്കുന്നത് which of the following can be considered as universal set for all the three sets. അപ്പോൾ 135 ഇവിടെ ഉണ്ടോ? 135 ഇവിടെ ഉണ്ട്. 246 ഉണ്ട്. 246 ഉണ്ട്. 02468 ഇവിടെ 8 ഇല്ല. അപ്പോൾ this cannot be considered as universal set. 5 cannot be a universal set because 5 contains only 0, no elements. It contains no elements. Last one, 1, 2, 3, 4, 5, 6, 7, 8. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. Also contains 8, but it does not contain 0. അപ്പോൾ ഇതുമല്ല. അപ്പോൾ only option left is third option. അപ്പം നമ്മുടെ ഉത്തരം is 3. Can only be the universal set for all the three sets A, B, C. That's the end of part 3.